ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാമെന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അതിന് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് പേജിൽ എൻ്റർ ചെയ്ത് ഗെറ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ VTech എന്ന നെയിമാണ് എൻ്റർ ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലോട്ട് പോകാം. കാറ്റഗറി ഞാനിവിടെ എൻ്റർ ചെയ്യുന്നത് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ആണ്. നമ്മൾ ഏത് ബിസിനസ്സാണ് ചെയ്യുന്നത് വെച്ചാൽ അതാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ പ്രൊഡക്ഷനാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പ്രൊഡക്ഷൻ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് അഡ്രസ്സ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വിസിറ്റ് പേജ് എൻ്റർ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ചെയ്ത പേജിലോട്ട് പോകാം. ഇനി നമുക്ക് എഡിറ്റ് പേജ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓപ്പണായ പേജിൽ നമുക്ക് കവർ ഫോട്ടോകളും പ്രൊഫൈൽ ഫോട്ടോകളും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തത് ബിസിനസ് വർക്കിംഗ് ഹവേഴ്സ് ആണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ വർക്കിംഗ് ടൈം എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും അത് ക്ലോസ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് എവിടെയെല്ലാം നമുക്ക് സർവ് ചെയ്യാൻ പറ്റും, അതാണ് ലൊക്കേഷൻ ആഡ് ചെയ്യേണ്ടത്. അടുത്തായിട്ട് കോൺടാക്റ്റ് നമ്പറുകൾ, ഇമെയിൽ ID എല്ലാം ആഡ് ചെയ്ത് സേവ് ചേഞ്ച് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ആഡ് ബട്ടൺ ആണ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിനുവേണ്ടി ആഡ് ബട്ടൺ എൻ്റർ ചെയ്ത് ഇപ്പോൾ ഓപ്പണായി വന്ന പേജിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് സെൻഡ് മെസ്സേജാണ്. സെൻഡ് മെസ്സേജ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ സേവ് ആവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് സെറ്റിങ്ങിലാണ്. സെറ്റിങ്ങിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഓപ്പണായി വന്ന പേജിൽ നമുക്ക് വാട്സാപ്പുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് വാട്സാപ്പ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. വാട്സാപ്പിന് വേണ്ടി ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സാപ്പിൻ്റെ 2 പേജുകൾ വരും. ഒന്ന് ബിസിനസ് വാട്സാപ്പും അല്ലാതെ നോർമലായിട്ടുള്ള വാട്സാപ്പ്. ഇതുമായിട്ട് ഇത് കണക്ട് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക്. അങ്ങനെ കണക്ട് ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ ഏത് വാട്സാപ്പ് നമ്പറാണെന്ന് വെച്ചാൽ അത് നമ്മൾ എൻ്റർ ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് കണക്റ്റ് ആവുന്നതാണ്. അടുത്തത് നമ്മുടെ ജനറൽ സെറ്റിംഗ് ആണ്. നമ്മുടെ ഈ പേജ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ജനറൽ സെറ്റിങ്ങിൽ പോയി എൻ്റർ ചെയ്ത് പേജ് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സുകൾക്കെല്ലാം നമുക്കിതിൽ നിന്ന് ഇൻവിറ്റേഷൻ അയച്ചു കൊടുക്കാം.
ഇനി നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്തെടുത്ത പേജ് അതിൽ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.